ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ ഒരു വിജയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലിയോയുടെ വൻ വിജയത്തിന് ശേഷം വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നാളെ സെപ്റ്റംബർ 5-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെ വമ്പൻ റിലീസോടെ എത്തുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ റെക്കോർഡ് റിലീസോടെ എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് പ്രൊമോ ഇന്ന് വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പ്രേക്ഷകരെ അറിയിക്കുന്നത് സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെൽ കണക്കുകളാണ്. സിനിമയുടെ ആദ്യ വീക്കെൻഡ് ഒപ്പം തന്നെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് പ്രീസെൽ കണക്കുകളെല്ലാം തന്നെ അവസാനമായിട്ട് പുറത്തുവിട്ട കണക്കുകളെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ വേൾഡ് വൈഡ് പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ 40 കോടിയിലേക്ക് എത്തപ്പെട്ട പ്രീസെയിൽ ഇന്ന് രാവിലെ തന്നെ, അതായത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ആദ്യ ദിവസം എന്നതാണ് പ്രധാനമായിട്ടും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ലിയോയ്ക്ക് ശേഷം വീണ്ടും ഒരു വിജയ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 50 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതിനുശേഷം സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. അടുത്ത മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ആക്കപ്പെടും. അതറിയാനായിട്ട് കാത്തിരിക്കൂ. ഇന്ന് ഉച്ചയോടെ വിജയ ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ്, അതായത് ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിൽ കണക്കുകളും പുറത്തു വന്നിരുന്നു. അത് പ്രകാരം 75 കോടിയും സിനിമ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 80 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പ്രീസെയിൽ അപ്ഡേറ്റ് ഉടനെ ഉണ്ടാകും. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം റെക്കോർഡ് റിലീസോടെ ഗോകുല മൂവീസ് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവരുന്ന സിനിമയാണല്ലോ വിജയ്. വ്യത്യസ്ത വേഷങ്ങളിൽ എത്തുന്ന ദി ഗോട്ട്. സിനിമയുടെ ആദ്യ പ്രദർശനം രാവിലെ പുലർച്ചെ 4 മണിയോടെയാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെ 2,80,00,000 എത്തപ്പെട്ട സിനിമയുടെ കേരള പ്രീസെയിൽ ഇന്ന് രാവിലെ തന്നെ 3 കോടി പിന്നിട്ടിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 3,28,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഫൈനൽ പ്രീസെയിൽ 3.5-4 കോടി റേഞ്ചിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 4 കോടി ടച്ച് ചെയ്യുമോ എന്നാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. 2 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ സിനിമ കേരളത്തിൽ വിറ്റഴിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ ഷോ ആരംഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായതുകൊണ്ട് തമിഴ്നാട്ടിലടക്കം പ്രേക്ഷകർ വിജയ ചിത്രം കേരളത്തിൽ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആകാംക്ഷയുടെ ആരാധകരും സിനിമാ പ്രേമികളെല്ലാം തന്നെ ഉറ്റുനോക്കുമ്പോൾ കാത്തിരിക്കാം വിജയുടെ സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്. അടുത്ത പ്രീസെയിൽ അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.